ടോക്സിക്. ഗീതു മോഹൻദാസ് ഡയറക്ട് ചെയ്യുന്ന യാഷ് പടമാണ് ടോക്സിക്. KGF 2 ശേഷം വരുന്ന ഒരേ ഒരു യാഷ് പടം. ഈ മാർച്ച് 19 പടം വേൾഡ് വൈഡായി റിലീസ് ആവാൻ പോകുന്നത്. 4 വർഷത്തിന് ശേഷം വരുന്ന യാഷിന്റെ പടമാണ് ടോക്സിക്. ശരിക്കും പറഞ്ഞാൽ ഈ പടം ഒരുപാട് വൈകിപ്പോയി. കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ ആ ഒരു KGF എഫക്റ്റ് നല്ല രീതിയിൽ ഗുണം ചെയ്തേനെ. ഇതിപ്പോ കണ്ടു തന്നെ അറിയണം. ഇനി ടോക്സിക്കിനെ കുറിച്ച് പറഞ്ഞാൽ പ്രായപൂർത്തിയായവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പടമാണ് ഈ പടം. അടിയും വെടിയും വെട്ടുകുത്തും എല്ലാം ഉള്ളൊരു മാരക വയലൻസ് പടമാണ് ഈ പടം. യാഷിന്റെ തന്നെയാണ് കഥ, അതുകൊണ്ട് തന്നെ പുള്ളി ഇതിൽ നല്ല രീതിയിൽ പണിയിട്ടുണ്ട്. പടമാണ്. എന്തായാലും ഇന്ന് യാഷിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ടോക്സിക്കിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗ്ലിംസ് പുറത്തുവിട്ടിരുന്നു. അപ്പോ അതിൽ നിന്ന് തന്നെ പടത്തിന്റെ ഒരു മൂഡ് മനസ്സിലാവും. അടിയും വെടിയും തന്നെയാണ്. പക്ഷെ ഇവരെന്തോ ഹോളിവുഡ് ലൈൻ പിടിക്കാൻ നോക്കിയതാണെങ്കിൽ ഗ്ലിംസ് വൈസ് പറഞ്ഞാൽ പരിപാടി പാളി. ഈ അടുത്ത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നാടക പരിപാടി എന്തൊക്കെയാണോ കാണിച്ചു വെച്ചേക്കുന്നത്. പടത്തിൽ യാഷിന്റെ പേര് രായ. അപ്പോ ബാക്കിയൊക്കെ പടം വരുമ്പോ അറിയാം. 2016 റിലീസിനെത്തി നമ്മുടെ മമ്മൂക്ക പടമായിരുന്നു കസബ. പടം ഒരു കോടാലി ആയിരുന്നെങ്കിലും മമ്മൂക്കയുടെ ക്യാരക്ടർ നൈസായിരുന്നു, രാജൻ സക്രിയ. ഇപ്പോ 10 വർഷത്തിന് ശേഷം രാജൻ സക്രിയ വീണ്ടും വരാൻ പോവുകയാണ്. കസബ സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ട് വരാൻ പോവുകയാണ്. മൊത്തം പടത്തിന്റെ എന്ന് പറയാൻ പറ്റത്തില്ല. രാജൻ സക്രിയ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു സ്പിൻ ഓഫ് പടം ഇപ്പോ ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതും പ്രൊഡ്യൂസർ തന്നെ. എന്തായാലും നല്ല ടൈമിങ്. കറുപ്പ്, നമ്മുടെ സൂര്യയുടെ കറുപ്പ് പതിവ് പോലെ തന്നെ വർക്ക് പോയിക്കിട്ടേ ഇருக்கு. ഇപ്പോ പ്ലാൻ ചെയ്യുന്ന റിലീസ് ഫെബ്രുവരി ലാസ്റ്റ്. പരാശക്തി, സുധാ കൊങ്കർ ഡയറക്ട് ചെയ്യുന്ന ശിവകാർത്തികേയൻ, ജയൻ രവി, അഥർവ എന്നിവരൊക്കെ ലീഡിൽ വരുന്ന പടം. ജനുവരി 10 പടം വേൾഡ് വൈഡായി റിലീസിനെത്തുന്നത്. പക്ഷെ ഈ പടത്തിനായിട്ട് സെൻസർ ബോർഡ് നല്ല പണി കൊടുത്തിട്ടുണ്ട്. 23ലധികം കട്ടാണ് ഈ പടത്തിൽ ചെയ്തിട്ടുള്ളത്. അതങ്ങനെ വരും, വലിയ അത്ഭുതമൊന്നുമില്ല. കാര്യം പറയാൻ പോകുന്ന വിഷയം അമ്മാതിരി വിഷയമാണ്. 1960കളിലെ തമിഴ്നാട്ടിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളാണ് ഈ പടത്തിന്റെ മെയിൻ. തൊട്ടാപ്പൊള്ളുന്ന ഐറ്റമാണ്. ഈ ഒരു വിഷയം കൊണ്ടാണ് സൂര്യൻ ദുൽഖറും ഒക്കെ ഈ പടത്തിൽ നിന്നും പിന്മാറിയത് പോലും. അപ്പോ പ്രശ്നങ്ങളുണ്ടാവും. റിലീസിന് ശേഷം നല്ല പ്രശ്നം ഉണ്ടാവും. പക്ഷെ റിലീസിന് മുമ്പും ഇപ്പൊ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ പടത്തിന്റെ റിലീസ് തടഞ്ഞുകൊണ്ട് കുറെ ടീം കോടതിയിൽ പോയിട്ടുണ്ട്. ചിലപ്പോ മിക്കവാറും പരാശക്തിയുടെ റിലീസ് മാറ്റാൻ ഒരു ചെറിയ സാധ്യതയുണ്ട്. ഇപ്പോ പരാശക്തിയുടെ നെതർലാൻഡിലെ ഷോ ഒക്കെ ക്യാൻസൽ ആവാനും തുടങ്ങി. എന്തായാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അഥവാ റിലീസ് മാറ്റിയാൽ ഈ പടത്തിനും നല്ല രീതിയിൽ ഒരു അടി കിട്ടും. ജനനായകൻ പോലെ നല്ല ലോസും ഉണ്ടാവും. ജനനായകൻ റിലീസ് മാറ്റിയ സ്ഥിതിക്ക് പുതിയ ഡേറ്റ് അറിയിക്കണ്ടേ? പറയാം. സെൻസർ ഇഷ്യൂ കാരണം ജനനായകൻ റിലീസ് മാറ്റിയതായി പടത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇന്നലെ കൺഫേം ചെയ്തിരുന്നു. അപ്പോ ഓൾറെഡി ബുക്ക് ചെയ്ത ടിക്കറ്റ്സിന്റെ ഒക്കെ ഒരു സ്റ്റാറ്റസ് പറയണ്ടേ? അപ്പൊ ആദ്യം ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾക്ക് ഉടനെ തന്നെ റീഫണ്ട് കിട്ടും. കൂടിപ്പോയാൽ ഒരു 4 ദിവസം അതിനുള്ളിൽ ടിക്കറ്റ് എടുത്ത അക്കൗണ്ടിലേക്ക് തന്നെ റീഫണ്ട് വരും. അപ്പൊ തന്നെ ഒത്തിരി പേര് കിട്ടി കാണും. എനിക്കേ കിട്ടി. പിന്നെ റിലീസ് മാറ്റിയത് കൊണ്ട് ആരും പോയി ടിക്കറ്റ് ക്യാൻസൽ അടിക്കരുത്. ക്യാൻസൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കുറവാകും. അവരെന്തൊക്കെയോ ടാക്സ് ഒക്കെ പിടിക്കും, ചെറിയ വ്യത്യാസം വരും. അതുകൊണ്ട് ആരും പോയി ക്യാൻസൽ അടിക്കണ്ട. നിങ്ങൾ ടിക്കറ്റ് എടുത്ത എമൗണ്ട് എത്രയാണോ അവരത് അതുപോലെ കറക്റ്റ് ആയിട്ട് റീഫണ്ട് ചെയ്യും. പിന്നെ ഫാൻ ഷോ ടിക്കറ്റ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് തന്ന വിജയ് ഫാൻസ് കമ്മിറ്റിയെ കോൺടാക്ട് ചെയ്യുക. 9-ാം തീയതിയിലെ ടിക്കറ്റുമായിട്ട് അവർ പറയുമ്പോൾ ചെന്നാൽ പുതിയ ടിക്കറ്റ് അവർ തന്നെ തരും. ഇനി റിലീസ് ഡേറ്റ് ആണെങ്കിൽ അത് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അടുത്ത ആഴ്ച റിലീസ് ഉണ്ടാവില്ല. കാര്യം ഇപ്പോൾ തന്നെ അവർക്ക് നല്ല രീതിയിൽ ലോസ് സംഭവിച്ചു. അപ്പോൾ അതെല്ലാം കവർ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് വേണം വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ. അപ്പോൾ ഇനി ജനുവരി ലാസ്റ്റ് നോക്കിയാൽ മതി. ജനുവരി 23 ഇപ്പൊ കിട്ടിയ ഡേറ്റ്. ഇനി പടത്തിന്റെ സെൻസറിന്റെ അവസ്ഥ എന്താണെന്ന് നാളെ രാവിലെ 10:30 അറിയാം. നാളെയാണ് കോടതി വിധി. അപ്പോൾ അതിൽ നിന്ന് സെൻസർ UA ആണോ A ആണോ എന്ന് കറക്റ്റ് ആയിട്ട് അറിയാം.